ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ചിക്കനും ഓട്സും കൂടിയുള്ള സൂപ്പ് റെസിപ്പിയാണ്. നോമ്പ് തുറന്നതിനൊക്കെ ശേഷം കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണേ നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രം ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കനും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ വഴറ്റിയെടുക്കുകയാണ്. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് അരച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ അതിനൊന്ന് ഇളക്കി കൊടുക്കുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി നമ്മളൊരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു 5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ച് നമ്മളൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഷ്രെഡഡ് ചിക്കനും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓട്സ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിക്കാവണ വരെയാണ് നമ്മളിതിനെ കുക്ക് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് ഫ്രഷ് ലെമൺ ജ്യൂസ് ഒരു 1 ടീസ്പൂണ്, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് സെർവ് ചെയ്യുന്നത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ സീസണിങ് നിങ്ങൾക്ക് കൂടുതൽ എരിവൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി പെപ്പറൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ സോൾട്ടൊക്കെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.